അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ജനക്ഷേമത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എപ്പിസോഡ് ദമാം സ്റ്റുഡിയോയിലാണ് നമ്മളുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ജനക്ഷേമത്തിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത്. നമുക്ക് ഷെയർ ചെയ്തു തന്നിട്ടുള്ളത് ബഹുമാന്യനായ ലത്തീഫ് തെച്ചീസ് സാഹിബാണ്. അദ്ദേഹം റിയാദിലാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ലത്തീഫ് സാഹിബിനെയും ഞാൻ പീസ് റേഡിയോ ടീമിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് അറിയേണ്ട വിഷയത്തിലേക്ക് നമുക്ക് പോകാം. ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇപ്പോൾ അവർ ഇപ്പോൾ ഒരു ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു മലയാളി കുടുങ്ങിയെന്ന് വിചാരിക്കും, അവരെങ്ങനെ ഇത് എവിടെ ഇത് അപ്ലൈ ചെയ്യണം, അതിൻ്റെ വെബ്സൈറ്റ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ആ മലയാളിക്ക് അവരുടെ ഭാര്യനെ വിളിക്കാം, ഉമ്മയെ വിളിക്കാം. സ്വാഭാവികമായിട്ട് ഒരു മലയാളി ആണെങ്കിൽ അവർക്ക് നോർക്കൊക്കെ പരാതി കൊടുക്കാൻ പറ്റും. നോർക്ക പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികം നോർക്ക് എന്ത് ചെയ്യും? അത് എംബസികളെ അറിയിക്കും, കോൺസുലേറ്റിനെ അറിയിക്കും. അത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. സാമൂഹ്യ പ്രവർത്തകരെ എംബസി അറിയിച്ചാൽ, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ മദാദ് പോർട്ടലിൽ ആർക്കും പരാതി അപ്ലോഡ് ചെയ്യാം. ജബ്ബാർ സാഹിബിനും ചെയ്യാം, എനിക്കും ചെയ്യാം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ, 48 മണിക്കൂർ, 72 മണിക്കൂറിനുള്ളിൽ നമുക്ക് റിപ്ലൈ കിട്ടും. അത് ഞാൻ അതിന്റെ സ്റ്റാറ്റസ് നമുക്ക് നോക്കി. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന 2-3 കൂട്ടുകാരുണ്ട്. ഒരു മൂസ ഷെരീഫ് എന്ന് പറയും, അദ്ദേഹം ദുബായിലാണ്. പിന്നെ ഞങ്ങളുടെ പ്ലീസ് ഇന്ത്യയുടെ ഗ്ലോബൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് റിജി ജോയ് ഉണ്ട്, അവരും ദുബായിലാണ്. പിന്നെ ഒരു മുബീന എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, ഓള് മലപ്പുറത്താണ്. അങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പേയ്മെന്റ് ഇത് ഫ്രീ സേവനാണ്, പൈസ കൊടുക്കാതെ ഇതൊരു ഒഴുക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് നിങ്ങളെ ജുബൈലിൽ നിന്ന് എനിക്ക് കോള് വന്നിട്ടുണ്ട്, തായിഫ് നിന്ന് കോള് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളത് കേൾക്കും. ഫസ്റ്റ് തന്നെ കേസിന്റെ മെറിറ്റ് മനസ്സിലാക്കും, അത് സൈസപ്പ് ചെയ്യും. ഇത് അബ്സ്കോണ്ടന്റ് ആണോ, ഹുറൂബാണോ, മത്ലൂബാണോ, പോലീസ് കേസാണോ, ലേബർ ലോ ബ്രേക്കിംഗ് ആണോ, ശമ്പളം ഇല്ലാത്തതാണോ, ഇക്കാമ ഇല്ലാത്തതാണോ, എൻഡോ സർവീസ് ബെനിഫിറ്റ് കിട്ടാത്തതാണോ, ടിക്കറ്റ് കിട്ടാത്തോ നോക്കിയതിന് ശേഷം അതിന്റെ വഴികൾ പറഞ്ഞു കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി എന്തായി 50% അത് റിക്കോർഡിക്കലി ആയി. അപ്പൊ എന്താണ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഡൽഹിയിൽ നിന്ന് പിന്നെ ദുബായിലുള്ള കോൺസുലേറ്റിക്ക് കോള് പോവും. അവിടുന്ന് ഇയാൾക്ക് കോള് ചെല്ലും, പിറ്റേന്ന് വി റിസീവ് എ കംപ്ലൈന്റ് റിഗാർഡിംഗ് യു മിസ്റ്റർ ലത്തീഫ് തെച്ചി ഓർ പ്ലീസ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അപ്പോൾ അയാൾ പറയുന്ന അങ്ങനെ അവരെന്ത് ചെയ്യും, സ്പോൺസറെ ബന്ധപ്പെടും, കമ്പനിയെ ബന്ധപ്പെടും. ആ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ചെറിയൊരു ശ്രമം അവിടെ നിന്ന് ആരംഭിക്കും ഇൻഷാ അല്ലാ. ഇതിപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ എപ്പിസോഡ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെസ്സേജുകൾ ഇനിയും ഞങ്ങളുടെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി വരും. ചിലപ്പം ഇനിയും സാറ് പിന്നെ സാഹിബ് ഈ പിന്നെ റേഡിയോയിൽ വരേണ്ടി വരും, നമുക്ക് പ്രോഗ്രാമുകൾ വീണ്ടും ചെയ്യേണ്ടി വരും. ഇത് വലിയൊരു വിഷയമാണിത്. ഇതിന്റെ പല ഭാഗത്തിലും ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾക്ക് അവർക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ഒരു മെസ്സേജ് അയച്ചാൽ മതി. പീസ് റേഡിയോയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു വിശ്വാസമുണ്ട് അത് എവിടെയെങ്കിലും എത്തിക്കും എന്നുള്ളത്. നമുക്കൊരു ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മളത് വളരെ ഭംഗിയോട്, അത് തന്നെയാണല്ലോ നമ്മുടെ വിശ്വാസമാണുള്ളത്. ഇനി അടുത്തൊരു മേഖലയിലേക്ക് പോകുന്നത് ഞാൻ ഒരു ചോദ്യമായിട്ടല്ല, ഞാനൊരു അനുഭവമായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ പിന്നെ എൻ്റെ മകൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അവന് ഒരു ദിവസത്തെ ലീവിന് പോയത്. അതായത് എൻ്റെ ഭാര്യയുടെ പിന്നെ ഉമ്മ സുഖമില്ലാതെ കിടന്നാണ്, വളരെ അത്യാസന്ന നിലയിലായിരുന്നു. അപ്പോൾ ഒന്ന് പോയി കാണാൻ വേണ്ടി പോയതാണ്. ഭാര്യയുടെ ഉമ്മ മരിച്ചു. ഉമ്മക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ സ്വർഗത്തിൽ. അപ്പോൾ അവനെ എൻ്റെ മകൻ പോയതാണ് ഇവിടുന്ന്. ഒരു ദിവസത്തിന് പോയിട്ട് കണ്ടു പോകുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് പിറ്റേ ദിവസം പോരുമ്പോൾ അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ സുഹൃത്ത് വിളിച്ച് പറഞ്ഞിങ്ങനെ, എടാ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഒരു ഫ്രണ്ട് തരുന്നുണ്ട്, അത് നീ കൊണ്ടുവരണം എന്ന് പറഞ്ഞ്. അപ്പോൾ അവന് ഒറ്റയടിക്ക് യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് വന്നിട്ട് എൻ്റെ വൈഫ് ഇത് കേട്ടു, എന്താ മോനെന്ന് വെച്ചു. ഇങ്ങനെ പിന്നെ ഇന്ന ആൾ കുറച്ച് സാധനങ്ങൾ തരുന്നുണ്ട്, അത് എയർപോർട്ടിൽ കൊണ്ടുപോയി ഞാൻ വാങ്ങിക്കൊണ്ടുപോകുന്ന പറഞ്ഞു. അവിടെ വൈഫ് ഇടപെട്ടു, ഒരിക്കലും അത് കൊണ്ടുവരുത്, നീ അത് ക്യാൻസൽ ആക്കണം എന്ന് പറഞ്ഞാൽ അവൻ ദേഷ്യത്തോടു കൂടി, ദേഷ്യം പറഞ്ഞാൽ അവന് പ്രയാസത്തോടു കൂടി അവളോട് ഓക്കെ പറഞ്ഞല്ലേ, അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ ഇതൊരു ചോദ്യമായി ചോദിക്കുന്നത് പറഞ്ഞാൽ, യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണ്? ഇതൊരു പോയിന്റാണ്. ഇതല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ശ്രോതാക്കളോടൊന്ന് നോക്കൂ. ഇത് പ്രവാസ ലോകത്തുള്ള, ഗൾഫ് ലോകത്തുള്ള മുഴുവൻ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ്. അതിൻ്റെ ഒരു കാരണം, ഇന്ന് ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് നാട്ടിൽ നിന്ന് ഒരു മരുന്ന് കൊണ്ടുവരണം എന്ന് വിചാരിക്കാം. എന്നാൽ ഈ മരുന്നിൻ്റെ മെഡിസിൻ്റെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമായിട്ട് നമുക്ക് വേണം. അത് മാത്രമല്ല, ഈ മരുന്ന് ഡ്രഗ് അതോറിറ്റി
അതിൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്നെന്ന മരുന്നുകൾ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ ഒരാൾക്ക് വേണ്ടി നമ്മൾ മരുന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയി നോക്കിയിട്ട് ഇത് റിയാദ് എയർപോർട്ടിൽ, ദമാം എയർപോർട്ടിൽ, ജിദ്ദയിലെ എയർപോർട്ടിൽ കൊണ്ടുവരുമ്പോൾ ഡ്രഗ് അതോറിറ്റിയുടെ അനുവാദമുള്ള മരുന്നാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതല്ലെങ്കിൽ അവരോട് മുഖത്ത് നോക്കി നമ്മൾ പറ്റില്ല ഇന്ന കാരണം തുറന്ന് പറയണം. ഇവിടെ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഇവിടെയുണ്ട്. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല മെഡിസിൻ ഇവിടെ കിട്ടും. അത് വാങ്ങിക്കൊടുക്കാനുള്ള ഇതിന് സാധനങ്ങളാണെങ്കിൽ പോലും, ഹലുവയാണെങ്കിൽ പോലും നമ്മൾ ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു സത്യസന്ധനായ ഒരു മുസ്ലിം എന്ന നിലക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ നോ പറയണം. നോ പറയേണ്ടടുത്ത് നോ പറയാതെ കോമയിട്ട് നമ്മൾ പോയാൽ ആ വന്നവന്റെ മനസ്സെന്തെന്നറിയില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാനും ചതിക്കപ്പെടാനും നമ്മൾ പേര് ചീത്തയാനും ശിക്ഷിക്കപ്പെടാനും കോടതിക്ക് മുമ്പിൽ, സൗദി അറേബ്യ പോലുള്ള ഒരു ഭരണകൂടത്തിന് മുമ്പിൽ കോടതിക്ക് മുമ്പിൽ നമ്മൾ വലിച്ചേക്കപ്പെട്ടാൽ അത് വലിയൊരു ട്രാജഡി ആവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും കഴിയുന്നതും നമ്മൾ ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അവരോട് നല്ല മുഖേന കാര്യങ്ങളോട് പറയാം. അതിലൊരു തെറ്റുമില്ല, അതാണ് ശരി. കാരണം തല്ലുകയും തലോടുകയും ചെയ്യാം. ഇതുകൊണ്ട് ഇന്ന ദോഷമുണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഈ വിഷമിക്കേണ്ട മരുന്ന് ഞാൻ പൈസ കൊടുത്ത് അവിടുന്ന് വാങ്ങിക്കൊടുക്കാം. അല്ല, ഇവിടുത്തെ ലോകത്തുള്ള ഒരു മുഴുവൻ മലയാളികൾ ഡോക്ടർമാർ എഴുതിയ മരുന്നല്ലല്ലോ കുടിക്കുന്നത്, ഇവിടെ കിട്ടുമല്ലോ. ഇപ്പൊ എന്നോട് പലപ്പോഴും പറയാണ്ട് എനിക്കിങ്ങനെ ബാക്ക് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഒരിക്കലും പോകരുത്. കാരണം നാട്ടിലെ ആസ്പത്രികളുടെ തിരക്ക്, അവിടെയുള്ള ക്യൂ, അവിടുത്തെ ശുചിത്വം, നിങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളും ഭാര്യയും മക്കളും കാത്തു നിൽക്കണം, സാമ്പത്തിക ബാധ്യത, ഇതാരേറ്റും? ഒരു ഹൗസ് ഡ്രൈവറായ നിനക്ക് കഫീൽ ഉദ്ദേശിച്ചാൽ ഗവൺമെന്റ് ഒരു നയാ പൈസ പോലും വാങ്ങാതെ ഫ്രീ മെഡിക്കലും ഫ്രീ ഓപ്പറേഷനും ഫ്രീ സർജറി നടത്തിക്കൊടുക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഞാൻ വളരെ ഖിന്നനാണ് ആ കാര്യത്തിൽ. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് വെറും നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ള ആളുകളെ. വളരെ ജബ്ബാർ സാഹിബേ, ഞാനൊക്കെ ഒരുപാട് അത്ഭുതപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ആകാശഭൂമിയെക്കാളും വിശാലമായ സ്വർഗം വാഗ്ദാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാമെന്ന് സ്വപ്നം കാണുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ 24 മണിക്കൂർ അവന് തികയൂല. കാരണം അവന്റെ സ്വന്തമായ പഠനം, അവന്റെ കുടുംബം, അവന്റെ ജോലി, അവന്റെ വ്യക്തിപരമായ, അതിലൊക്കെ ഉപരി കാരുണ്യത്തിന് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്ന് ഒരു ഇഹ്തികാഫ്, അതായത് 30 ദിവസം ഇഹ്തികാഫ് ഇരിക്കുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. ഒരു മനുഷ്യന്റെ പ്രയാസങ്ങൾ അകറ്റാൻ, അവന്റെ ഭാരം ഇറക്കി വെക്കാൻ നിങ്ങൾ അവന് സഹായമായി ചെന്നാൽ എന്ന് അവൻ ജിഹാദ് ചെയ്ത പോലെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വന്നപ്പോൾ ഒരു അസമയത്ത് വന്നപ്പോൾ ഒരാളെ കണ്ടു. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ജബ്ബാർ ഖാനെ പോലെ എന്നെ പോലെ ചെറുപ്പക്കാരനായ ഒരാളെ ഇരുന്നിട്ട് കണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ. റസൂലുള്ളാഹി വന്ന് ലുഹാ നിസ്കരിച്ചു, പുറത്തുപോയി. പക്ഷേ ഉളു എടുക്കുന്ന അവിടെ ഒരു കിളവനായ ഒരു 60-70 വയസ്സുള്ള താടിയൊക്കെ വെളുത്തൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മാണ്ടക്കെട്ടുകൾ തോളിലേക്ക് കയറ്റാൻ വേണ്ടി, തലയിൽ കയറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിങ്ങനെ കുറച്ച് പൊങ്ങും താഴും, പിന്നെ ഇവിടെ ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി ഓടി തിരിച്ചു വന്ന് ആ ചെറുപ്പക്കാരനോട് തട്ടിയിട്ട് ചോദിച്ചു, നീ എന്താ? അപ്പോൾ റസൂലുള്ളാഹി ഞാൻ ഇത്തികാഫിലാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നീ ഇത്തികാഫ് വിട്, പുറത്തൊരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ മാണ്ടക്കെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചാൽ നീ 30 ദിവസം ഇത്തികാഫിരുന്ന കൂലി കിട്ടുന്നു. ഇത് ലോകത്തെ മനുഷ്യർക്ക് ഏറ്റവും വലിയൊരു മാതൃകയാണ്. അറബ് ലോകത്തുനിന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ. അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഭാഷയോ ദേശമോ ഒന്നും നോക്കണ്ട. ആരാണോ സഹായം തേടി വരുന്നത്, ശ്രീലങ്കക്കാരനോ പാകിസ്ഥാനി ആയിക്കോട്ടെ, അവന് സഹായം തേടി കൊടുക്കുക. അങ്ങനെ ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അത് വലിയൊരു കാര്യമാണ്. കാരണം എന്താ പറയുക, എല്ലാവർക്കും നമ്മളെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും നമുക്കുണ്ട്. നമ്മൾ ഖിന്നനാവുമ്പോൾ ദുഃഖിതനാവുമ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് എനർജിയാണ് നമ്മളെ മുഖത്ത് വരിക. പക്ഷെ നമ്മളോട് നിങ്ങളൊന്ന് മൂത്രമൊഴിച്ച് ഒന്ന് ഉതുവെടുത്ത് ഒന്ന് ഫ്രഷായി ഒരു പുതിയ ചേഞ്ചസ് വരുത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്ന റസൂൽ പറയുക, അത് വലിയൊരു മെസ്സേജാണ്. ഈ നെഗറ്റീവ് പോസിറ്റീവിലേക്ക് നമ്മളെ കൊണ്ടുവരണം നമ്മൾ. കാരണം വ്യക്തിപരമായി മനുഷ്യരാണല്ലോ നമ്മളാരും മലക്കുകളല്ല. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടത്ത് സങ്കടങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും കണ്ണീരും തെറ്റുകളും കുറ്റങ്ങളും നിറഞ്ഞ ലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ അറിയാതെ നമ്മളെ മനസ്സും നമ്മളെ കണ്ണൊക്കെ വലിച്ചേക്കപ്പെടും. പക്ഷേ സ്വബോധത്തോടു കൂടി സഅലബ റളിയല്ലാഹു അൻഹയെ പോലെ തിരിച്ചു വന്നുകൊണ്ട് അള്ളാഹുവിനോട് മാഫറത്ത് തേടി നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ജബ്ബാർ സാഹിബേ, നമുക്കൊക്കെ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അള്ളാഹു നമ്മളെ ജീവിതം ധന്യമാക്കി തരുന്നു. അത് ഏതൊരു മനുഷ്യനും ഒറ്റപ്പെട്ട രാത്രിയിൽ അവൻ കരഞ്ഞുകൊണ്ട് അവൻ്റെ വീട്ടിലോ പള്ളിയിലോ യാത്രയിലോ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കാത്ത ഏത് പടച്ചതമ്പുരാൻ, ഏത് ദൈവം ആരാണുള്ളത്? ഇന്ന് അള്ളാഹു പറഞ്ഞു, മൻ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷദൂൻ.
പ്രവാചകരെ ചോദിച്ചാൽ അവരോട് പറയണം, കണ്ട നാളിയേക്കാളും ഞാൻ അവരോട് അടുത്തുണ്ട്. പക്ഷെ നമ്മളെന്താ അറിയോ, നിങ്ങൾ ഉംറക്കുമല്ലേ, നമ്മളെ കാര്യത്തിലൊന്ന് ദ്വാരക്കണേ. പക്ഷേ ഈ യാത്രക്കാരൻ ഇന്നൽ ജുമാഅത്ത് ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്ന് പറഞ്ഞ ഹജ്ജ് വെള്ളിയാഴ്ച ജുമയാന്ന് പറഞ്ഞു, അത് നമ്മൾ മറക്കുകയാണ്. നമ്മൾ മക്കത്ത് വേണം ഓനോട് പറയാണ്. അത് അള്ളാഹിൻ്റെ റസൂല് ആകെ ഒരു പ്രാവശ്യത്തെ ഹജ്ജിനും ഉംറക്കും പോയിട്ടുള്ളൂ, നമ്മൾ എല്ലാ കൊല്ലവും പോവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് സ്വർഗം സ്വപ്നം കാണുന്ന ഒരു വിശ്വാസി, ഒരു മുസ്ലിം, ഒരു മനുഷ്യൻ, ഒരു മലയാളി, അവന് കിട്ടിയ അവസരങ്ങളെ ധന്യമാക്കാൻ ശ്രമിക്കണം. റബ്ബി സിദ്നി ഇൽമാന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അത് പണിയെടുക്കണം ആത്മാർത്ഥമായി. ഞാൻ ജബ്ബാർ സാഹിബ് ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ജോലി ചെയ്യുന്ന പാലസിലെ ഞങ്ങളെ അബൂമർ എന്ന് പറയുന്ന കിങ് സൽമാന്റെ പള്ളിയിലെ ഇമാമ് നടന്ന് ഖുർആൻ ഓതുമ്പോൾ അയാൾക്ക് തെറ്റ് തിരുത്താൻ വേണ്ടി ഞാൻ ഖുർആൻ ഓതി കൊടുക്കലുണ്ട്. അങ്ങനെ മിഞ്ഞാന്ന് കത്തം തീർത്തപ്പോൾ ഞാൻ പറഞ്ഞു ദ്വാരക്കണം എന്ന് പറഞ്ഞു. എൻ്റെ വാപ്പാക്ക് വേണ്ടി, എൻ്റെ ഉമ്മാക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, പീഡിപ്പിക്കപ്പെടുന്ന ഫലസ്തീന ജനങ്ങൾക്ക് വേണ്ടി, മരിച്ചുപോയ മുഴുവൻ ആളുകൾക്ക് വേണ്ടി സ്വർഗം കിട്ടാം. അപ്പോൾ അദ്ദേഹം വളരെ അത്ഭുതത്തോടു കൂടിയേ ചോദിച്ചു, കാരണം വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്, അവിടെ ഭരിക്കുന്നത് ആരാണ്? അപ്പം ഞാൻ പറഞ്ഞു, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിശാലമായ മനസ്സാഗ്രഹിക്കുന്ന അള്ളാഹു മനസ്സ് വിശാലമായി കൊടുക്കുന്നു. അപ്പം അതിന് ഞാൻ പറയുന്നത് നമ്മളെ മനസ്സിനെ മാറ്റണം, നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തണം, ഇല്ലാത്ത അറിവുകൾ തേടിപ്പോണം. എല്ലാവർക്കും 24 മണിക്കൂറേ ജബ്ബാർ സാഹിബേ ഉള്ളൂ. പക്ഷേ ആ 24 മണിക്കൂറിനെ ശാസ്ത്രീയമായി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്കും നമ്മളെ കുടുംബത്തിനും നമ്മളെ സമൂഹത്തിനും നമ്മളെ ചുറ്റുവട്ടത്തും നമ്മുടെ സമുദായത്തിനും ലോകത്തിനും സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ തേടിയാൽ ആ തേട്ടം മലക്കുകളിലൂടെ അള്ളാഹുവിന് എത്തിച്ചു കൊടുത്തുകൊണ്ട് ലോകത്ത് ഫലസ്തീൻ അടക്കമുള്ള ആദ്യത്തെ സമാധാനം അള്ളാഹു ആഗ്രഹിക്കുന്നെങ്കിൽ സാധിക്കുന്നു. അൽഹംദുലില്ലാ. ശ്രോതാക്കളോട് ഞാൻ വിശദമാക്കേണ്ട ആവശ്യമില്ല. ചിലപ്പം ഈ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോയോ എന്ന് സംശയം. ഇത് വേറെ പ്രോഗ്രാമാണോ, കാരണം ദീനാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അവസാനം പറഞ്ഞ ആ വാക്കിൽ നിന്ന് ഞാൻ തുടങ്ങുന്നത്, അതായത് നമ്മൾ സമയം കണ്ടെത്തണം. ഈ സന്ദർഭത്തിലാണ് എനിക്ക് പീസ് റേഡിയോ എന്ന സംവിധാനത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഏകദേശം 55ഓളം പ്രോഗ്രാമുകളുമായി പീസ് റേഡിയോ 24 മണിക്കൂർ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന ഈ റേഡിയോയിൽ നിങ്ങൾ സമയം കണ്ടെത്തുക, അതിൽ പോവുക. അതിൻ്റെ ഏതൊക്കെ പ്രോഗ്രാമാണ്, നമുക്ക് എല്ലാ പ്രോഗ്രാമുകളും കേൾക്കണം എന്നല്ല, അതിൽ നമുക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കേണ്ടതെന്നല്ല, അതിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യണം. ഏതാണ് ഞാൻ പഠിക്കേണ്ടത്, ഏത് ഏരിയയിൽ ഞാൻ പോകണം എന്നുള്ളത് മനസ്സിലാക്കി അതിന് സമയം കണ്ടെത്തി അതിൽ ഖുർആൻ പഠനം മുതൽ ഖുർആൻ പാരായണം എല്ലാ നിഖിത മേഖലകളിലും അൽഹംദുലില്ലാ പീസ് റേഡിയോ ടീം മാനേജ്മെൻറ്റ് അതിന് വേണ്ട പ്രോഗ്രാമുകൾ സംവിധാനിച്ചിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമിലേക്ക് ഈ ലത്തീഫ് സാഹിബ് പറഞ്ഞ പോലെ നിങ്ങൾ അതിലേക്ക് എത്തുകയാണ് വേണ്ടത്. ഇനി പീസ് റേഡിയോ മാത്രമല്ല, ഒരുപാട് സംവിധാനങ്ങൾ സൗദി അറേബ്യയിലുള്ള എല്ലാ ജാലിയത്തുകളും ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെ സംവിധാനങ്ങൾ ചെയ്യാത്ത മറ്റുള്ള രാഷ്ട്രങ്ങൾ, അതായത് പീസ് റേഡിയോ എന്ന് മലയാള പ്രബോധനം വിലക്കിയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും പീസ് റേഡിയോ ശബ്ദിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. നാളെ നമുക്ക് പഠിച്ചവനോട് പറയാൻ പറ്റില്ല എനിക്ക് ഒന്നും അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഇതുപോലുള്ള അവസരങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട്. അപ്പോൾ ഉപയോഗപ്പെടുത്തുക. നമ്മളെ വിഷയം അടുത്തൊരു ഏരിയയിലേക്ക് ഞാൻ പോകുന്നത് വെച്ചാൽ, ഇന്ന് ലഹരി വസ്തുക്കളാണ്. ലഹരി വസ്തുക്കൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ലഹരി പാടില്ല എന്നറിയാം. നാട്ടിലുള്ളത് വേറെ വിഷയമാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അടുത്ത ഒരു വിഷയം, പിന്നെ സ്കൂളിൽ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നുപോയി. അത് വേറൊരു ഏരിയയാണ്, നമുക്ക് അവിടേക്ക് പോകുന്നില്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ കേസുകൾ വലുതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അതായത് പിന്നെ നമ്മളെടുത്ത് വരുമ്പോൾ ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, പിന്നെ എൻ്റെ വാപ്പ ജയിലിലാണ്, ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ എൻ്റെ മോന് ഇത്ര വർഷമായിട്ട് ജയിലിലാണ്, സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും, ഞാൻ എൻ്റെ ഒരു പിന്നെ സ്വഭാവം അനുസരിച്ച് ഒരാളോട് നോ പറയാറില്ല. കേസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, പക്ഷേ വിത്ത് ഡോക്യുമെന്റ്സ് പഠിക്കൂലേ. കേസ് സ്റ്റഡി നടത്തുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാവും 1% ഇയാൾ നിരപരാധിയല്ല, 100% ഇയാൾ കുറ്റക്കാരനാണ്, തെറ്റ് ചെയ്തിട്ട് നമ്മൾ കൈവിടൂല. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്നോട് അപ്രോച്ച് ചെയ്താൽ ഞാൻ അയാൾക്ക് വേണ്ടി ആദ്യം അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ അയാളോട് പറയും, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും. ഇപ്പോൾ ഒരാളൊരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറയും. ഇരുന്നതിന് ശേഷം ഞാൻ ഒക്കെ കേട്ടതിന് ശേഷം പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് കഫീലിനെ വിളിക്കാറിയുമ്പോൾ ഒരു പറയും എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ എടുക്കൂല. അപ്പോൾ നമ്മളെ ഫോണിൽ നിന്ന് മൈക്ക് ഇട്ടിട്ട് സംസാരിക്കും. അപ്പോൾ ഈ വന്നിരിക്കുന്ന വ്യക്തി പറയുന്നത് എൻ്റെ റൂം ചെറുതാണ്, AC തണുപ്പില്ല,
ഫ്രിഡ്ജില്ല, കുടിക്കാൻ വെള്ളം ഞാൻ പള്ളിയിൽ പോകണം, കക്കൂസില്ല, അത് ഞാൻ പള്ളിയിലാണ് പോകുന്നത്, ഹൗസ് ഡ്രൈവറായ ഒരാളെ പരാതി പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു വൺ വേ മാത്രം കേൾക്കരുത്. വന്ന് കേട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഒരു പക്ഷേ നമ്മൾ മിസ്യൂസ് ചെയ്യപ്പെടും. നമ്മളെ മുമ്പ് തന്നെ കഫീലിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ഒരു കൂട്ടുകാരനാണ്, അവിടെ എംബസിയോ സാമൂഹ്യ പ്രവർത്തകനോ ഒന്നും നമ്മൾ പറയരുത്, നമ്മളൊരു കൂട്ടുകാരനാണ്, അങ്ങനെ ഓനൊന്നും ഇവിടെ കണ്ടു ഓനിങ്ങനെ പ്രശ്നമുണ്ട് പറയും, എന്താ നമുക്കൊന്ന് പരിഹരിക്കാൻ എന്താ പറയുക. അപ്പോഴാണ് അയാൾ പറയാ, ഇവൻ വണ്ടി എൻ്റെ വീട്ടിൽ 2 കാറുണ്ട്, ഓൻ ഒന്നേ കഴുകൂ, എൻ്റെ വീട്ടിൽ 2 ചെടിയുണ്ട്, അതൊന്നും നനക്കാൻ പറഞ്ഞാൽ ചെയ്യില്ല, വെള്ളിയാഴ്ച ഒന്നും മുറ്റടിക്കാൻ പറഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി അല്ല എന്ന് പറയും, എൻ്റെ ഭാര്യയും മക്കളും സാധനം വാങ്ങിക്കൊടുന്നാൽ ഓൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങൂല, ഡോറൊന്നും തുറന്നു കൊടുക്കൂല. ഇങ്ങനെ പരാതികളുടെ പ്രളയം 2 ഭാഗത്തും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അവനോട് പറയുന്നതാണ്, മോനെ ഇത് സൗദി അറേബ്യ പോലുള്ള രാജ്യം ലോകത്തെ എവിടെയായാലും ഇപ്പൊ 36 കൊല്ലമായ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളുടെ ഡ്രസ്സ് ഞാൻ അലക്കുന്നുണ്ട്, ഞാൻ പാത്രം കഴുകുന്നുണ്ട്, ഞാൻ പിന്നെ വാഷ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ മകള് ജോലി ചെയ്യുന്നുണ്ട്. നമ്മളൊരു പുഷ്പുൾ ട്രെയിനായിട്ട് പോകണ്ടേ, കൊണ്ടും കൊടുത്തും പോകണ്ടേ, അവരോടുള്ള കടമ നിർവഹിക്കണ്ടേ. ഇപ്പം നമ്മളെ വീട്ടിൽ നമ്മളെ ഭാര്യ പ്രസവിച്ചു, ഒരു കുട്ടിനെ നോക്കാൻ വേണ്ടി ഒരു സ്ത്രീ വന്നു, രാത്രി 2 മണിക്ക് കുട്ടി കരഞ്ഞാൽ ഓളെ വിളിക്കാന്ന് പറയുമ്പോൾ അല്ല, ഓളെ ഡ്യൂട്ടി കഴിഞ്ഞു, 12 മണിക്കൂർ കഴിഞ്ഞ് ഗദ്ദാമ ഉറങ്ങാൻ, ഇനി നോക്കണ്ടേ നമ്മളെ കടമ. ഈ ബോധത്തിലേക്ക് നമ്മൾ വരാത്ത കാലത്തോളം സ്വന്തം വീട്ടിലോ സ്വന്തം കഫീലിൻ്റെ അടുത്തോ സ്വന്തം നാട്ടിലോ എവിടെയും നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ പ്രശ്നങ്ങൾ പഠിച്ചതിന് ഇപ്പോൾ ജയിൽ കേസ് ആണെങ്കിൽ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കേസിൻ്റെ സൈസപ്പ് നോക്കി മെറിറ്റ് നോക്കിയതിന് ശേഷം നമ്മൾ കേസിൻ്റെ വിധി നോക്കും. വിധി ഒരു പക്ഷേ 10 കൊല്ലം ജയിലോ അല്ലെങ്കിൽ തലവെട്ടാനോ അതല്ലെങ്കിൽ 10,000 റിയാൽ ഫൈനോ ആണെങ്കിൽ അത് കുറച്ച് കൊടുക്കാൻ ഇവിടുത്തെ നമുക്ക് കുറേ സംവിധാനങ്ങളുണ്ട്. നമുക്ക് പിന്നെ റിയാദിലാണെങ്കിൽ വലീദിനോ പിന്നെ തലാലുവിനോ അബ്ദുൽ അസീസ് ബന്ദറിനെയോ അല്ലെങ്കിൽ റിയാദ് അമീർ കോടതിയെ നമുക്ക് സമീപിക്കാം. കേസ് റീ ഓപ്പൺ ആക്കാൻ പോകരുത്, അപ്പീൽ കൊടുക്കാൻ പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ അഫുവിൽ പെടുത്താൻ പോവാം. അഫു എന്ന് പറഞ്ഞാൽ മാപ്പാക്കാൻ പറ്റും ഏത് കേസിനും. സാമ്പത്തിക കേസായിക്കോട്ടെ, കൊലപാതക കേസായിക്കോട്ടെ, നമ്മൾ പ്രവിശ്യകൾ അമീർമാരെ സമീപിക്കുക, അല്ലെങ്കിൽ ജനറൽ കോടതിയെ സമീപിക്കുക, അല്ലെങ്കിൽ ക്രിമിനൽ കോടതി, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ സമീപിക്കുക, മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് സമീപിച്ചാൽ കേസിൽ നിന്ന് ശിക്ഷ കുറച്ച് തരും. വിധി പറയുന്ന എല്ലാ വാദിക്കുന്ന വക്കീലന്മാരും വിധി പറയുന്ന എല്ലാ ജഡ്ജിമാരും ഒന്നുമല്ല, അവർ രേഖകൾ നോക്കിക്കൊണ്ട് നിരപരാധിയാണെങ്കിൽ ആ നിരപരാധി നിയാബയിൽ പ്രോസിക്യൂഷനിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവനോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി മുത്തവന്മാരെ കോടതി പറയും. പക്ഷേ കോടതിക്ക് FIR എഴുതി പോലീസ് സ്റ്റേഷനിൽ ഒരു ഫയൽ വന്നു കഴിഞ്ഞാൽ ആ FIR അനുസരിച്ച് ചോദിക്കുമ്പോൾ അവന് പറയാം എനിക്ക് മലയാളം മാത്രമേ അറിയൂ, ട്രാൻസ്ലേറ്റർ വേണം. കോടതി ട്രാൻസ്ലേറ്റർ വെച്ച് കൊടുക്കും. എന്നിട്ട് അവനോട് പറയും ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തിട്ടുണ്ട്, ഇത് തെറ്റാണ്, ഈ തെറ്റ് നീ ഏറ്റു പറയണം, ഇതിന് ഇത്ര മാസം ശിക്ഷയുണ്ട്, അത് നീ ജയിലിൽ അനുഭവിക്കണം എന്ന് പറഞ്ഞ് വിധിക്ക് വിധേയമായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്താ അവൻ നിരപരാധിയാണെങ്കിൽ തെളിയിക്കുവാനും പ്രോസിക്യൂഷനെ സമീപിക്കുവാനും അവൻ്റെ ഗവർണറേറ്റ് മുഖേന അഫുവിൽ മാപ്പിൽ പെടുത്താനൊക്കെ നമുക്ക് ശ്രമിക്കാൻ പറ്റും. കാരണം സൗദി അറേബ്യയിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ കേസുകളും നമ്മൾ പഠിക്കുമ്പോൾ ഇവർ ഈ പറയുന്ന എല്ലാവരും ഒന്നും നിരപരാധികളല്ല. നിരപരാധിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തെറ്റായി FIR എഴുതി നിയാബ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ കോടതി ചെല്ലുമ്പോൾ തന്നെ ജഡ്ജിക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ നിങ്ങൾ പോരുമ്പോൾ പിന്നോട് ചോദിച്ചില്ല ഈ പേപ്പർ എന്താണ്, ഇത് സത്യത്തിൽ എൻ്റെ ഭാര്യ എന്നെ ഓർമ്മപ്പെടുത്തിയതാ, നിങ്ങൾ കയ്യിൽ ഇക്കാമല്ലോ, നിങ്ങൾ നാളെ നാട്ടിൽ പോവാ, നിങ്ങൾ റീ എൻട്രിൻ്റെ പേപ്പർ എടുക്കണം, ഞാൻ കയ്യിൽ വെച്ചു. ഇപ്പോൾ വരുമ്പോൾ നമ്മളെ വണ്ടിക്ക് ഒരാൾ ഇടിച്ചു, പോലീസുകാരൻ വന്നു, ഇക്കാമ കയ്യിലില്ല, ഇതില്ലെങ്കിൽ ഞാൻ കുടുങ്ങി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ വൈഫ് അത് പറഞ്ഞ ഉടനെ തന്നെ പാസ്പോർട്ട് ഞാൻ എടുത്തു. അപ്പോൾ എന്താണ്, നിയമത്തിന് മുമ്പിൽ ഇക്കാമ കയ്യിലില്ല, എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്, റീ എൻട്രി. ഇതുപോലെ അതായത് നിയമത്തെ നമ്മൾ മാനിക്കുകയും നിയമത്തെ നമ്മൾ ബഹുമാനിക്കുകയും നിയമം നടപ്പിലാക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങളും പ്രാർത്ഥനയും നമ്മളെ ഭാഗത്ത് ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ പറയുന്നതൊക്കെ കുറ്റമായി മറ്റുള്ളവരിൽ ചേർത്തുമ്പോൾ തെറ്റുകൾ മുഴുവൻ ചെയ്യുന്നത് നമ്മളാണ് എന്ന ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കപ്പെടും. അത് തിരുത്തപ്പെടണം. ഇവിടെ നമ്മളൊരു ഒരു സംശയം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആൾ സൗദി അറേബ്യയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചോളം ഭാഷ അറിയില്ല. പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എയർപോർട്ടിൽ വന്ന് അവിടെ നിന്ന് അവരിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇതിലൊപ്പിട് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിടാനൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഈ പാവം എന്ത് ചെയ്യും? അല്ല, ഇത്തരം കേസുകളിൽ ഇപ്പം ഞാൻ കണ്ടെടുത്തോളം വരുന്നത് മാൻ പവർ സപ്ലൈ കമ്പനി സബ് ഏജന്റുമാർ ഇങ്ങനെ ചില പോക്കിരിത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. നാട്ടിൽ നിന്നൊരു കോൺട്രാക്ട് ഒക്കെ എഴുതി കൊടുക്കും, ഇത്ര 1200 ശമ്പളം, 8 മണിക്കൂർ ജോലി, ഞായറാഴ്ച. അതുപോലെ മുമ്പ് ഒക്കെ ഒപ്പിടിച്ച ശേഷം ഇവർ കവറിലിട്ട് പോരുമ്പോൾ കൊടുക്കുന്നത് വേറൊരു പേപ്പറായിരിക്കും. അതിൽ 12 മണിക്കൂർ ജോലി, 1800 ശമ്പളവും 3 കൊല്ലത്തെ ടിക്കറ്റ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ ഈ ഓഫർ ലെറ്ററിൽ വഞ്ചിക്കപ്പെടുന്നുണ്ടെങ്കിൽ 90 ദിവസം വരെ പുതുതായി വരുന്ന ഏത് വിദേശിയായ മലയാളിക്കും ഏത് വിദേശിക്കും പ്രൊബഷണറി പീരീഡ് ഉണ്ട്. ഈ പീരീഡിനുള്ളിൽ തിരിച്ചു പോയാൽ ആ വിസന്റെ പൈസ തിരിച്ചു കിട്ടും.
ഇത് വെറുതെ തിരിച്ചു പോയാലോ? അതായത് ഇവൻ വന്നപ്പോ പറഞ്ഞ ശമ്പളമല്ല, പറഞ്ഞ ജോലിയല്ല, ഇക്കാമ കിട്ടിയില്ല, നല്ല കഫീലല്ല, നല്ല കമ്പനിയല്ല, ഇവന് തിരിച്ചു പോകാം. ഇനി വല്ല പരാതി ഉണ്ടോ ഇന്ത്യൻ എംബസി മുഖേന, ജിദ്ദ കോൺസുലേറ്റ് മുഖേന, എമിഗ്രന്റ് പ്രൊട്ടക്ടന്റ് ഓഫീസർ മുഖേന, നോർക്ക സെല്ല് മുഖേന, നമുക്ക് പോലീസ് സ്റ്റേഷൻ മുഖേന പരാതി കൊടുത്താൽ ട്രാവൽ ഏജൻസിയെ വിളിക്കും. നീ കയറ്റിവിട്ട് ഇന്നയാള് സൗദി അറേബ്യ പോയിട്ടുണ്ട്, നീ കൊടുത്ത ഓഫർ ലെറ്ററിലുള്ള പറഞ്ഞ ജോലിയല്ല, ആ ശമ്പളമല്ല, 12-14 മണിക്കൂറാണ്, ഓൻ്റെ പേരിൽ ആക്ഷൻ എടുക്കും. അത് ഇതിപ്പോൾ എങ്ങനെ അത് ഒരാളെ പിന്നെ തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പോകാൻ? ഇത് ഒന്നും വേണ്ട. ഇവിടെ വന്നപ്പോൾ ഓന് വന്നത്, അല്ലെങ്കിൽ അവന് കഫീലിനോട് പറയാ എനിക്ക് വന്ന ഇതാണ്. അപ്പൊ കഫീൽ ഞാനതല്ല കൊടുത്തത്, ഇതാണ്. ഇവനെന്ത് ചെയ്യുക, അവന്റെ മാതാപിതാക്കളെ വിളിച്ചിട്ട് പറയാം, ഭാര്യയോട് വിളിച്ചിട്ട് പറയാം, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ ട്രാവൽ ഏജൻസി പോയിട്ട് ഒന്ന് പറയണം. ഇല്ല, അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ മോൻ ഇങ്ങനെ റിയാദ് പോയത് മാമ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ്ട് ഓല് വിളിക്കും. അപ്പൊ ഓനെന്ത് ചെയ്യും, കഫീലിനെ വിളിക്കും. അപ്പൊ പറയും ഞാനിങ്ങനെ അബദ്ധം ചെയ്തിട്ടുണ്ട്, ഓൻ എനിക്ക് പറ്റില്ല, ഓനെ വിളി, ഞാൻ വേറെ ആളെ തരാം. എന്നിട്ട് പരിഹരിക്കാൻ പറ്റില്ല. ഇവിടെ റിയാദിലെ ഇന്ത്യൻ എംബസി ഉണ്ട്, ജിദ്ദയിലെ കോൺസുലേറ്റ് ഉണ്ട്, നമ്മളെ നോർക്ക ഓഫീസ് ഉണ്ട്, ഡയറക്ടർ ജനറൽ എമിഗ്രന്റ് പ്രൊട്ടക്ടന്റ് ഓഫീസർ, ഇവിടെയൊക്കെ നമുക്ക് അതല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുണ്ട്, സമീപിച്ചാൽ മതി. ഈ നിയമങ്ങൾ അറിയുന്ന, വശങ്ങൾ അറിയുന്ന സാമൂഹ്യ പ്രവർത്തകരെ സമീപിച്ചാൽ അവർ തല്ലുകയും തലോടുകയും ചെയ്യുന്ന രീതി പുഷ്പുൾ ട്രെയിനായിട്ട് ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അങ്ങനെ എത്രയോ ആളുകളെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ. ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, സ്വാഭാവികമാണ്. ഇവിടെ നമ്മൾ മോഹനസുന്ദര വാഗ്ദാനത്തിൽ കുടുങ്ങി സബ് ഏജന്റുമാരും മാൻപവർ സപ്ലൈ കമ്പനി ആളുകളൊക്കെ കിട്ടുന്ന അത്രയും വാങ്ങിക്കൂട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞേ, ഗ്രീൻ ജോബിൻ്റെ CEO MD എന്നോട് പറഞ്ഞു, ലത്തീഫ് വെറും സർവീസ് ചാർജ് ഒരു 30,000 റുപ്യ തന്നാൽ ഞങ്ങൾ കയറ്റി വിടും. അതിനാണ് ഈ 1-1.5 ലക്ഷം വാങ്ങണത്. അത്രേ അവര് സർവീസ് ചാർജേ വാങ്ങണുള്ളൂ. ചില കമ്പനികൾ ടിക്കറ്റ് കൊടുക്കും, 1 വേ ടിക്കറ്റ്. അതിന് വലിയ പിന്നെ മെഡിക്കലിന് ചെറിയൊരു പൈസ വരും. പക്ഷെ ആള് ക്വാളിഫൈഡ് ആയിരിക്കണം, ടാലന്റ് ഉള്ള ആളായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഞാൻ എന്തിനാണ് പോകുന്നത്, എൻ്റെ ജോലി എന്താണ്, എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ള വ്യക്തമായ, താൻ പോകുന്ന ഭൂമിയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. ഇന്ന് എളുപ്പമല്ലേ ടിവിയും പത്രവും സാമൂഹ്യ പ്രവർത്തനവും സന്നദ്ധ ഇവിടെ സന്നദ്ധ സംഘടന, ലോകത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പ്രവാസി സംഘടനകളുണ്ട്. ഇവിടെ ലീഗിന് KMCC ഉണ്ട്, കോൺഗ്രസിന് OICC ഉണ്ട്, CPM-ന് നവോദയ ഉണ്ട്. അങ്ങനെ എല്ലാ സംഘടനകൾക്കും അതിന്റെ സംവിധാനങ്ങളില്ലേ, പ്രവാസി സംഘടനകളുണ്ട്, അവരെ മാസികളുണ്ട്. അവരെ സമീപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സഹായിക്കും. പ്രവാസികൾക്കുള്ളൊരു ഗുണം എന്താ അറിയാം ജബ്ബാർ സാഹിബ്, ഇവിടെ നാട്ടിലെ പോലെ എന്നല്ല, അവന് ഈ പ്രവാസ ലോകത്തേക്ക് വന്ന് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ സമയത്തിൻ്റെ വില എന്താ, സ്നേഹത്തിൻ്റെ വില എന്താ, പൈസൻ്റെ വില എന്താ, ഇത് മുഴുവൻ പഠിക്കും. 83 വയസ്സുള്ള എൻ്റെ ഉമ്മാനെ കാണാനാണല്ലോ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. റിയാദിൽ നിന്ന് 400 കിലോമീറ്റർ താണ്ടി ഫ്ലൈറ്റിന് ടിക്കറ്റിന് കുറയാൻ വേണ്ടി ഭാര്യയും മക്കളെയും കൂടി ഇവിടെ നിന്ന് താമസിച്ച് നിങ്ങളെ പീസ് റേഡിയോൻ്റെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ട് പോകണമെങ്കിൽ എൻ്റെ ഉമ്മയെ കാണാനുള്ള എൻ്റെ മോഹമാണ്, സ്നേഹത്തിൻ്റെ വില. തീർച്ചയായും. ഞങ്ങൾക്ക് അങ്ങനെ December 20 എൻ്റെ മകളെ കല്യാണത്തിന് അരീക്കോട്ടേക്ക് എൻ്റെ മകളെ കെട്ടിച്ച അമലിൻ്റെ കഥ പറഞ്ഞില്ലേ, ഞാൻ പോയവനാ. പക്ഷെ എനിക്ക് എൻ്റെ ഉമ്മയെ കാണണം. അത് ജീവിതത്തിൽ എന്താ ഒരു പ്രവാസിയാവുമ്പോൾ പടച്ചവനെ വേറിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മയോടെ, എൻ്റെ സഹോദരങ്ങളെവിടെ, എൻ്റെ നാട്ടുകാരെവിടെ, എൻ്റെ സുഹൃത്തുക്കളെവിടെ, എൻ്റെ ബന്ധുക്കളെവിടെ, അവരെ കാണണമല്ലോ. പൈസ ഒരു രൂപ ചിലവാക്കുമ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ കുട്ടികളെ പഠിക്കണം, അവർ ഫീസ് കൊടുക്കണം, കടയിൽ സാധനം വാങ്ങി ആ കടം വീട്ടാനുണ്ട്, വീടില്ല, വീട് മെയിൻ്റനൻസ് നടത്തണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായി നടക്കുന്നവരാണ് പ്രവാസം. സമയത്തിൻ്റെ വിലയും ഉറപ്പായിട്ടും 24 മണിക്കൂറേ ജബ്ബാർക്കാക്കുള്ളൂ, 24 മണിക്കൂറേ എനിക്കുള്ളൂ, 24 മണിക്കൂറേ ഈ പീസ് ടിവിയുടെ ഇത് കാണുന്ന ആളുള്ളൂ. പക്ഷേ ഇതിനെ ശാസ്ത്രീയമായി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? ഇപ്പോ ഫജ്ർ നിസ്കാരം 3:15 ബാങ്ക്, ഈ 3:18 ബാങ്ക് കൊടുത്ത് 20 മിനിറ്റ് കഴിഞ്ഞ് 3:38, 40, 3:45 പള്ളിയിലെത്തണമെങ്കിൽ സഹോദരൻ ജബ്ബാറും സഹോദരൻ അബ്ദുൽ ലത്തീഫും രാത്രി ഇശാ നിസ്കരിച്ച് ഒരു 9:30-10 മണിക്ക് കിടക്കാതെ എത്താൻ പറ്റൂല. കാരണം നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. നിനക്ക് തന്ന സമയം, നിനക്ക് തന്ന ആരോഗ്യം, നിനക്ക് തന്ന അറിവ്, നിന്റെ സമ്പത്ത് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ നഫ്സി ആ ഖബറിൽ അവിടെ നമുക്ക് അഭിമാനത്തോടു കൂടി അള്ളാഹുവിന്റെ മുമ്പിൽ സന്തോഷത്തോടു കൂടി പറയാൻ പറ്റണം, പടച്ചവനെ എനിക്ക് തന്ന എൻ്റെ സമയം ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്, എനിക്ക് തന്ന അറിവിനെ ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയ കഴിവിനെ ഞാൻ നിസ്ഫലമാക്കിയിട്ടില്ല. ഞാൻ സാമൂഹ്യ സേവനവും കുടുംബ സേവനവും നാടിനും നാട്ടുകാർക്കും ഒന്നുമില്ലെങ്കിൽ ലോകത്ത് ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ, സുഡാനിലെ യുദ്ധം തീരാൻ, ഫലസ്തീനിലെ നീതി ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പടച്ചോനെ. അതുകൊണ്ട് എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണം എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞൂടെ? നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതാണെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ എതിർക്കണം. ജബ്ബാർ സാഹിബ് ശ്രദ്ധിച്ചു എനിക്കറിയില്ല, എല്ലാവരും നമ്മൾ എന്ത് ചെയ്യാനാണ് അല്ല, നമുക്കറിയാലോ അള്ളാന്റെ റസൂൽ എന്തിനാണ് തിങ്കളാഴ്ച രാവിനും വെള്ളിയാഴ്ച രാവിനും നോമ്പ് വിൽക്കാൻ പറഞ്ഞത്.
നമ്മളവിടെ 13-14 നോമ്പ് പറ്റുള്ളൂ പറഞ്ഞത്. ജബ്ബാർ സാഹിബെ 30 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു ജുസു ഖുർആൻ ഓതാലോ. അപ്പോൾ ഈ ഒരു 30 മിനിറ്റിനെ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ദിവസം ഒരു ജുസു ഖുർആൻ ഓതി ഓൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ മരിച്ചു, എൻ്റെ ഉപ്പാക്ക് നീ പൊറുക്കണം. അല്ലാഹുമ്മ ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും. ലോകാവസാനം വരെ വരുന്ന ഖിയാമത്ത് നാൾ വരുന്ന വിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് സൗദി അറേബ്യയിലെ ദമാമിലെ പീസ് റേഡിയോയിൽ നിന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ കോടി വരുന്ന ജനങ്ങൾക്കാണ് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുന്നത്, മലക്കുകളിലൂടെ സമാധാനം കൊടുക്കുന്നത്. ഇതിൻ്റെ അപ്പുറം എന്ത് സൗഭാഗ്യം വേണ്ടത്? മണിക്കൂർ തികയുന്നില്ല ആളുകൾക്ക്. അതാണ്. അപ്പൊ സമയത്തിന്റെ വില നമ്മൾ അറിയണം. ഒരു പൈസ ചെലവാക്കുമ്പോൾ ദാനം കൊടുത്തിട്ട് ഒരാളും പട്ടിണിയായിട്ടില്ല, ഒരാളും ദാരിദ്ര്യത്തിൽ വന്നിട്ടില്ല. സദക്ക കൊടുത്താൽ, ഹദിയ കൊടുത്താൽ, സക്കാത്ത് കൊടുത്താൽ അത് ഹക്കാണ്. ഇപ്പൊ നമ്മൾ ഈ അടുത്ത റിയാദിലുള്ള അൽറാജിയെ പറ്റിയിട്ട് പേപ്പറിൽ വന്നിരുന്നല്ലോ. അദ്ദേഹം അതാ നോക്കൂ. കാരണം സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ധനാഢ്യനായ ഞാൻ ജോലി ചെയ്യുമ്പോൾ റിയാദ് കോൺഫറൻസ് പാലസിലെ ഞങ്ങളെ കൊട്ടാരത്തിലെ 6th ഫ്ലോറിലെ കിങ് ഫാദിൻ രാജാവിൻ്റെ ബെഡ്റൂമാണ്. അവിടെ തന്നെ കിങ് അബ്ദുള്ള രാജാവിൻ്റെ ബെഡ്റൂം, അവിടെ തന്നെയാണ് സൽമാൻ. റിയാദ് അവിടെയാണ് മൻമോഹൻ സിംഗ് വന്നത്, മോഡി വന്നത്, ട്രംപ് വന്നത് ആ കൊട്ടാരത്തിലാണ്. അപ്പോൾ അന്ന് അൽറാജി ആണ് ഞങ്ങൾ അവിടുത്തെ ജനറൽ മാനേജർ. അപ്പോൾ അൽറാജി ആരാ, അവിടുത്തെ ബാങ്കുകൾ എന്താണ് നമ്മൾ പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ച് വായിച്ചപ്പോൾ അത്ഭുതം തോന്നുക. എല്ലാവരും ദുനിയാവിന് വേണ്ടി ഓടുകയാണ്, സമ്പത്തിന് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി, പറുദീസ കാറും വീടും ബിസിനസ്സും. പക്ഷേ ഉള്ളതെല്ലാം കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് പള്ളി നിർമ്മിച്ച് ദാനധർമ്മങ്ങൾ ചെയ്ത് എൻ്റെ കബറിടത്തിൽ ഏകനായി ഞാൻ നിൽക്കുമ്പോൾ രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടുന്ന കബറായി എൻ്റെ കബർ വേണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ തേട്ടം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. വലാ ഇലാ അജ്സാമിക്കും സൂരിക്കും വലാക്കിൻ യൻദുറു ഇലാ കുലൂബിക്കും വ അമാലിക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങളെ ബാഹ്യരൂപത്തിലേക്കോ നിങ്ങളെ താടിയിലേക്കോ വേഷങ്ങളിലേക്കോ അല്ല, പക്ഷേ വലാക്കിൻ യൻദുറു, എൻ്റെ നോട്ടം ഇലാ കുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ്. അതിനെ ധന്യമാക്കാൻ കിട്ടിയ സൗഭാഗ്യവാന്മാരാണ്. അദ്ദേഹത്തിൻ്റെ ആ സൗഭാഗ്യത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇവിടെ ഞാൻ ഒരു ഈ ഇതിലില്ലാത്തൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ സൗദി അറേബ്യയിൽ ഉള്ള ഈ സൗദികളുടെ ഈ ജീവിത രീതിയൊക്കെ നിങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ലേ? തീർച്ചയായും 100%. നമുക്ക് ഇതിനെന്താണെന്നറിയോ, നമ്മൾ ജനിച്ച ചുറ്റുപാടുകൾ, നമ്മൾ വളർന്ന ചുറ്റുപാടുകൾ, നമ്മൾ പഠിച്ച ചുറ്റുപാടുകൾ, നമ്മൾ കണ്ട ചുറ്റുപാടുകൾ നമ്മളെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേറും. സ്വാഭാവികമായിട്ടും എൻ്റെ വാപ്പയും ഉമ്മയും അവരെ വല്ലിപ്പയും വല്യമ്മയും അവരെ ഉപ്പപ്പയും ഉമ്മമ്മയും എന്താണോ പഠിപ്പിച്ചത്, നമ്മളെ ഉസ്താദുമാരെന്താ പഠിപ്പിച്ചത്, അതായിരിക്കും നമ്മൾ ചെയ്യുക. പക്ഷേ നമുക്കൊരു സ്വബോധം വരുമ്പോൾ നമ്മളൊന്ന് റിയലൈസ് ചെയ്യണം, ഇത് ശരിയാണോ, ഞാൻ കേട്ടത് ശരിയാണോ, ഞാൻ പഠിച്ചത് ശരിയാണോ. എനിക്കറിയാം 989 വന്നപ്പോൾ സുബഹിൽ കുനൂത്തോതാത്തതിൻ്റെ പേരിൽ 2.5 കൊല്ലം ഞങ്ങൾ പള്ളിയിൽ പോയില്ല സുബൈക്ക്. നമുക്ക് നമ്മളുടെ അറിവനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ വരൂല. അങ്ങനെ ലാസ്റ്റ് 990 ലാസ്റ്റ് 91 സദ്ദാം ഹുസൈൻ്റെ കെമിക്കൽ മിസൈലുകൾ കുവൈത്തിൽ അധിനിവേശം കയറി സൗദി അറേബ്യയിലേക്ക് ആക്രമിക്കാൻ വേണ്ടി മിസൈൽ വന്നപ്പോൾ സുബൈൽ കുനൂത്ത് കേട്ടു പള്ളിയിൽ നിന്ന് അസറിനും ഓടിച്ചെന്നു അതേ പള്ളിയിൽ അതേ കോമ്പൗണ്ടിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലത്തീഫെ, ആപത്ത് ഘട്ടങ്ങളിൽ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് ഓതിയിട്ടുണ്ട്. അതല്ല സുബൈൽ മക്കത്തും മദീനത്ത് കുനൂത്തില്ല. അതിനുശേഷം നമ്മൾ പള്ളി നിർബന്ധമാക്കി സുബൈക്ക് കുനൂത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച് വളർന്നപ്പോഴും കേട്ട് പറഞ്ഞപ്പോഴും മദ്രസയിൽ വന്നപ്പോൾ പഠിച്ചതല്ല ശരി. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ജനിച്ച് ജീവിച്ച് ഇസ്ലാമിൽ സ്ഥാപിച്ച മദീനയിലും മക്കയിലും പള്ളിയിൽ സുനൂത്ത് ഓതുന്നില്ലെങ്കിൽ പിന്നെ ഇത് എവിടുന്ന് വന്നു ഈ വിദ്യത്തുകൾ, അല്ലെങ്കിൽ ഇത് എവിടുന്ന് കയറി ഖുറാഫാത്തുകൾ, അതല്ലെങ്കിൽ ഇസ്രായേലർ എങ്ങനെയാണ് ഇത് ഹിക്മത്ത് പ്രയോഗിച്ചത് എന്നുള്ള റീതിങ്കിങ്. റബ്ബി സിദ്നി ഇൽമ, പഠിച്ചവൻ എൻ്റെ അറിവിനെ കയറ്റിക്കൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ, അതൊരു അത്ഭുതമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന അവസ്ഥ മാറുകയാണ്. തന്നെയല്ല ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോഴും എനിക്ക് എൻ്റെ ഒരു പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്ക് അള്ളാഹുവിനെ സ്നേഹിക്കുകയും റസൂലിനെ പ്രണയിക്കുകയും ഖുർആനെ നമ്മൾ നെഞ്ചേറ്റുകയും ചെയ്താലുണ്ടല്ലോ നമ്മൾ അറിയാത്തൊരു സ്നേഹം നമുക്ക് കടന്നു വരും. പക്ഷെ പഠിക്കുമ്പോൾ അതല്ല ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തല്ലുകയും നുള്ളുകയും പേടിപ്പിക്കുകയും ഭീതികമാക്കുകയും ചെയ്യുന്ന സിറാത്തുൽ മുസ്തഖീം എന്ന പാലമുണ്ട്. അത് നരകത്തിലേക്കാണ് പോകുന്നത്. പിശാച് നമ്മളെ വഴിതെറ്റിക്കും. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കൂ. നമ്മളെ മാതാപിതാക്കളെക്കാട്ടിലും ഭാര്യമാരെക്കാട്ടിലും സമ്പത്തിനെക്കാട്ടിലും നിങ്ങളെ പ്രിയം വെക്കുന്ന, സ്നേഹിക്കുന്ന, പ്രണയിക്കുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ റസൂലിൻ്റെ ജീവിതവും ഖുർആൻ്റെ സുന്നത്തും മാസ്മരികതയും നമ്മൾ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികളെ തല്ലുകയും തലോടുകയും ചെയ്യുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ മാറുകയാണ്. അങ്ങനെയുള്ളൊരു മാറ്റം ഇവിടെ സൗദി അറേബ്യയിൽ നമുക്ക് കിട്ടി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യമായിട്ട് കാണുകയാണ് ഞാൻ. വളരെ സന്തോഷം തോന്നുന്നു. ഞാനൊന്നും പ്രതീക്ഷിക്കാത്ത ചില ഏരിയയിലേക്കാണ് ലത്തീഫ് സാഹിബ് നമ്മളെ കൊണ്ടുപോകുന്നത്.
ഇവിടെ നമുക്ക് നമ്മളൊന്നും ഞാനിപ്പോൾ ജനക്ഷേമം എന്നുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ബഹുമാന്യനായ ലത്തീഫ് സാഹിബിനെ ക്ഷണിച്ചത്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് വളരെ തൗഹീദിൻ്റെ ഒരു വിഷയമാണ്. പിന്നെ നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് ശരിയാണോ എന്ന് റീതിങ്ക് ചെയ്യാൻ അള്ളാഹു നമുക്ക് എന്ന ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ തീരുമാനിക്കണം നമ്മൾ എന്താണ്. അല്ലാതെ ഒരു ഒന്നിൻ്റെ പിന്നാലെയോ ഒന്നിൻ്റെയും പിന്നാലെ പോകണ്ട. നമ്മൾ പഠിക്കുക. നമ്മൾ ഖുർആനിൻ്റെ പരിഭാഷകൾ. ഇപ്പം നിങ്ങൾ ഇന്ന് വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ പിന്നെ ഒരു അനുഭവം, പിന്നെ ഉപ്പാമ്മ നിങ്ങൾ പരിഭാഷ വായിച്ച. അതെ. അതായത് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ കേട്ടതും നമ്മൾ കണ്ടതും നമ്മൾ പഠിച്ചതും മാത്രം അല്ല ശരി. അപ്പോൾ ഉപ്പാനൊക്കെ പറയും, ഉപ്പ പറയും എൻ്റെ വാപ്പയും ഉമ്മയും എൻ്റെ ഉസ്താദുമാരും എൻ്റെ വല്യപ്പനും എന്നെ പഠിപ്പിച്ചത് തെറ്റാണെങ്കിൽ ഞാൻ നരകത്ത് പോയിക്കോട്ടെ എന്ന് പറയും. ഒരിക്കലും. കാരണം അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പിന്നെ ഒരു അതിലുള്ള വചഞ്ചലമായ വിശ്വാസം കൊണ്ടായിരിക്കും അവർ പറയുന്നത്. പക്ഷെ അതല്ലല്ലോ നമുക്ക് പ്രമാണം നോക്കി. എക്സാക്ട്ലി. ആകാശഭൂമിയേക്കാളും വിശാലമായ സ്വർഗത്തിലേക്ക് പടച്ചവൻ നമ്മളെ ക്ഷണിക്കുമ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ തെറ്റുകളും കുറ്റങ്ങളും സ്ഖലനങ്ങളുണ്ടെങ്കിൽ അത് അല്ലാഹു പുറത്തു വരും. പക്ഷേ നമ്മൾ അന്ധമായി കണ്ണടച്ച് വിശ്വസിക്കുകയല്ല വേണ്ടത്, നമ്മൾ തേടണം. നമുക്കറിയാലോ, സൗർ ഗുഹയിൽ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞ് സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൂട്ടി സൗർ ഗുഹയിൽ അഭയം തേടുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടകത്തിൻ്റെയും കുതിരയുടെയും കുളമ്പടിയും മുനാഫിക്കുകളും മുസ്ലിക്കുകളും വാളുമായി പോകുന്നത് കാണുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിക്കുന്ന പ്രവാചകരെ അവരെങ്ങാ കുനിഞ്ഞു നോക്കിയാൽ. പക്ഷേ അപ്പർ റസൂല് പറയുന്നത് ലാ തഹ്സൻ അബൂബക്കർ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഈയും ഞാനും മാത്രമല്ല, നമ്മളെ കൂടെ പടച്ചോൻ എന്ന മൂന്നാമത് ആ ഒരു വിശ്വാസമാണ് ഒരു വിശ്വാസിക്ക്. ഒരു വെറുതെ ചരിത്രം കേട്ട് പഠിച്ചു പോയാൽ വെറുതെ ചരിത്രം കേട്ട് പോയാൽ പോരാ. നമ്മളെ ജീവിതത്തിൽ എവിടെയൊക്കെ കൊണ്ടുവരണം, എവിടെയൊക്കെ നമ്മൾ കൊണ്ടുവരണത് അല്ലേ. അതെന്താ അറിയോ, ഈ കുല്ലു ബിദ്അത്തും ലലാല കുല്ലു ലലാലത്തും ഫിന്നാർന്ന് എല്ലാ കുത്തുബേലും ചൊല്ലും. എന്താണ് ബിദ്അത്ത്, എന്താണ് ലലാലത്ത്, എന്താണ് നരകത്തിലേക്ക് പോവാന്ന് തിരിച്ചറിയാത്ത കാലത്ത് ഈ പറഞ്ഞത് ഒരിക്കലും കഴിയില്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ പെങ്ങന്മാരൊക്കെ തന്നെ മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഇശാ വരെ ഒരു ഓതുന്നുണ്ട്. പക്ഷേ അവിടെ നോക്കുമ്പോൾ ഖുർആൻ 5-10 മിനിറ്റ് ഓതുന്നത്, അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പുസ്തകമാണ്, എന്തോ മൗലിദിൻ്റെ ഏടുകൾ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസവും അവരുടെ ആദർശവും അവരും പഠിച്ച് സ്വർഗത്തിലെത്താൻ അത് വേണമെന്നാ. പക്ഷേ യഥാർത്ഥ ഖുർആന്റെ പരിഭാഷ വായിച്ചെങ്കിൽ ഇതാണ് വെളിച്ചമാണ് പ്രകാശം, ഇതാണ് നൂറ്, ഇതാണ് ഷിഫ, ഇതാണ് ഷഹാദത്ത് എന്ന് ബോധ്യപ്പെടുമ്പോഴേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. നമ്മൾ നോക്കും, നമ്മൾ ഇറങ്ങിച്ചെന്നേ പറ്റൂ. അവിടെയൊക്കെ പിന്നെ ഈ വേദി അതിനല്ലെങ്കിലും നമ്മുടെ ജനക്ഷേമം അല്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മളെ പിന്നെ പണ്ട് കാലത്ത് നമ്മളെ ചതിക്കപ്പെട്ടിട്ടുണ്ടല്ലേ, പണ്ഡിതന്മാരാൽ ചതിക്കപ്പെട്ടു. അതെന്തറിയോ, കൂ അംഫുസക്കും അഹ്ലീകുന്നാറ വഖൂദു ഹന്നാസു വൽ ഹിജാറ. ഇത് പ്രാസൊപ്പിച്ച് ചെല്ലിയാ പോരാ. ഈ അബ്ദുൽ ലത്തീഫ് എന്ന അള്ളാഹുവിൻ്റെ അടിമയായ ഞാൻ നാളെ എൻ്റെ മരണത്തിന് ശേഷം ബർസക്കിയായ എൻ്റെ ഖബറിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ ഖബറിൽ സ്വസ്ഥത കിട്ടാൻ, പ്രകാശം കിട്ടാൻ, സമാധാനം കിട്ടാൻ, മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക്ക് റാലിയത്തം മർലി എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സാന്നിധ്യവും സ്വർഗത്തിൻ്റെ പരിലാലനയും പരിമളവും കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസത്തെ സുദൃഢമാക്കണം. ഞാൻ കണ്ടതോ കേട്ടതോ ഞാൻ പഠിച്ചതോ അല്ല ശരിയെങ്കിൽ ആ തെറ്റിനെ തിരുത്തിയിട്ട് യഥാർത്ഥ ഇഖ്ലാസിലേക്ക്, യഥാർത്ഥ ഹിദായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. 100%. കാരണം നാളെ രാവിലെ നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല, ഒരാൾക്കും പറയാൻ പറ്റൂല. കാരണം ഞാൻ പറഞ്ഞേ അതിനെക്കാട്ടിലും അടുത്തിട്ടുണ്ട് മരണം നമ്മളോട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ വെറും ദുനിയാവും വെറും കുടുംബവും വെറും സമ്പത്തും വെറും വാഹനവും വെറും ബിസിനസ്സും അല്ല. അതിലൊക്കെ നമുക്ക് റഹ്മത്തും ബർക്കത്തും അള്ളാഹുവിൻ്റെ കുദറത്തോടു കൂടി നിഅമത്തായി കിട്ടണമെങ്കിൽ നമുക്ക് തേട്ടം വേണം. പടച്ചവനോട് നമ്മൾ യാചിച്ചു കൊണ്ടേയിരിക്കണം. എനിക്ക് യഥാർത്ഥ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ശരിയായ മാർഗം കാണിച്ചു തരണം, വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം, യഥാർത്ഥ ഇഖ്വാനിയായി, യഥാർത്ഥ വിശ്വാസിയായി, യഥാർത്ഥ മുഅ്മിനായി, യഥാർത്ഥ മുത്തക്കിയായി, നിൻ്റെ ഇഷ്ടപ്പെട്ട അടിമയായി എന്നെ നീ സ്വീകരിക്കണം എന്ന് പ്രവാസ ലോകത്ത് നിന്ന് 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കാത്ത ഒരു തമ്പുരാനും ഒരു പടച്ചവനും ലോകത്ത് വേറെ ഇല്ല. അൽഹംദുലില്ലാഹ്. നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതായത് പിന്നെ നമ്മളിപ്പോൾ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ പിന്നെ തുടക്കത്തിലാണെങ്കിൽ അങ്ങനെ വേണമെന്ന് പറഞ്ഞു. നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ തന്നെ എൻ്റെ ഓണർ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ മാറി, ഓണർ മാറി വേറെ ആളൊക്കെ വന്നപ്പോൾ എനിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ വെട്ടിക്കുറച്ച് കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തിൽ ഞാൻ കമ്പനിയുടെ ഒരു പിന്നെ വേണ്ടപ്പെട്ട ആളായിട്ടുണ്ടാവും. പക്ഷേ അപ്പോൾ പിന്നെ അങ്ങനെ വെട്ടിക്കുറക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ജബ്ബാർ സാഹിബ്, ഇത് വളരെ ഗൗരവമുള്ള, സൗദി അറേബ്യ മാത്രമല്ല ഖത്തറും കുവൈത്തും ഒമാനും ബഹ്റൈനും UAE അടക്കമുള്ള ലോകത്ത് ശ്രദ്ധിക്കേണ്ട പ്രവാസികളാണ്. തങ്ങൾക്ക് കിട്ടേണ്ടുന്ന എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്
ശമ്പള ആനുകൂല്യങ്ങൾ, നമ്മുടെ സർവീസ് മണി കിട്ടാതെ ഹൗസ് ഡ്രൈവർമാർക്കും ഗദ്ദാമ്മമാർക്കും കൊടുക്കാൻ ഇപ്പോൾ സൗദി പാസ്സാക്കി. ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരാൾ 10-15 വർഷം ജോലി ചെയ്തിട്ടെങ്കിൽ അവൻ്റെ ശമ്പളത്തിൻ്റെ 15 വർഷത്തെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് കൊടുക്കണമെന്ന് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ ലോ നിലവിൽ വന്നു സൗദി അറേബ്യ. 2023 ഏപ്രിൽ 14 ഇൻ്റർനാഷണൽ ലേബർ ലോ സൗദിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. അത് MBS വന്ന് കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണ്. യൂറോപ്യൻ യൂണിയനിലും യുണൈറ്റഡ് നേഷൻസിലും മാത്രമല്ല, യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, പസഫിക്, മിഡിൽ ഈസ്റ്റ്, അറബ് രാജ്യങ്ങളിൽ നിന്ന് സൗദി അറേബ്യയിൽ ILO നിയമങ്ങൾ പാസ്സായി കഴിഞ്ഞു. അപ്പോൾ ശമ്പള കുടിശ്ശികയും സേവന വേതന വ്യവസ്ഥകളും നമുക്ക് കിട്ടാൻ അർഹതയുണ്ട്. ഉദാഹരണം പറഞ്ഞു, എൻ്റെ കമ്പനികൾ ജോലി ചെയ്യുകയാണെങ്കിൽ 2 കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ എന്നെ മനസ്സിലാക്കിയെടുത്തോളം വെച്ചാൽ ഹൗസ് ഡ്രൈവർ ആണെങ്കിലും ഗദ്ദാമയാണെങ്കിലും ഇനി ആടിനെ ഒട്ടകത്ത് നോക്കുന്നതാണെങ്കിലും മസറയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ തെങ്ങ് പിന്നെ പനയുടെ മുകളിൽ കൃഷി ചെയ്യുന്ന ഈത്തപ്പഴത്ത് കൃഷി ചെയ്യുന്നതാണെങ്കിലും തബ്ബാക്കാണെങ്കിലും ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആണെങ്കിലും അവന് ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നാണ് നിയമം. അതായത് ആദ്യത്തെ 5 വർഷം 15 ദിവസത്തെ ശമ്പളം, പിന്നീട് എല്ലാ വർഷവും ഓരോ മാസത്തെ ശമ്പളം. ആ ബെനിഫിറ്റിന് അർഹരാണ് സൗദി അറേബ്യയിലെ ഓരോ തൊഴിലാളിയും. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ചില കമ്പനികൾ ചില ഹിക്മത്തല്ല ക്രൂക്കട്ട് ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു ഉടായ്പ് കാണിക്കും. പാസ്പോർട്ട് കിട്ടി ഒന്ന് ഒപ്പിടുന്ന അറിയും, ടിക്കറ്റ് കിട്ടി ഒന്ന് ഒപ്പിടുന്ന അറിയും, ഇക്കാമ വാങ്ങുമ്പോൾ ഒന്ന് ഒപ്പിടുന്ന അറിയും. ഇതിൽ ഇവർ ചേർക്കുന്ന എന്താ വെച്ചാൽ ഇവൻ്റെ ഇതുവരെയുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ് രേഖ ഉണ്ടാക്കുകയാണ്. അത് ചതിയാണ്. അതിൽ നമ്മൾ രക്ഷയില്ല. അങ്ങനെ നോക്കൂ, അങ്ങനെയൊക്കെ ചതിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ലോകത്ത് എത്ര കോടീശ്വരന്മാരുണ്ട്. എന്താണ് അവരൊക്കെ അവസ്ഥ? 1-ാം ലോകമായതോ 2-ാം ലോകമായതോ കോടിക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന അവരുടെ അവസ്ഥ എന്താണ്? മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി ഒരു ചെക്കൻ മിനിഞ്ഞാന്ന് ഒരു ടിക്ടോക്കിൽ പറയുന്നുണ്ട്, ഞാൻ അനാ റബ്ബുക്കുമുലാലാന്ന് പറഞ്ഞു, പക്ഷെ നീന്താൻ അറിയില്ല മൂപ്പർക്ക്. തമാശയാക്കിയിട്ട് ആരെ ഫിർഔനെ പറ്റിയാ പറഞ്ഞത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വെള്ളം കുടിപ്പിച്ച് അവര് നൈൽ നദി പിളർന്ന് അപ്പുറം പോയപ്പോൾ ഫിർഔന് സംഘം ചെന്ന് വെള്ളം കുടിച്ച് മരിച്ച ചരിത്രം കുട്ടി കളിയാക്കിയാണ് പലസ്തീനി. മൂപ്പർക്ക് നീന്താൻ അറിയില്ല. അനാ റബ്ബുക്കുമുലാലാന്നൊക്കെ ബടായി പറഞ്ഞു. സൂക്ഷിക്കണം. എന്താ അറിയോ, ഓരോരുത്തർക്കും നമ്മളെ ബാധ്യത ഉണ്ട്. കൊല്ലുക്കും റായും കൊല്ലുക്കും മസും. അപ്പം നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവൻ്റെ ഹക്ക് അത് നമ്മൾ കൊടുക്കണം. കൊടുത്ത് വീട്ടിയെ പറ്റും. ബിസിനസ് ആവട്ടെ, ശമ്പളമാവട്ടെ, വീട്ടുജോലി ആവട്ടെ, അവരോട് നമ്മൾ അനീതി പ്രവർത്തിക്കാൻ പാടില്ല. ഹൗസ് ഡ്രൈവർ ആണോ, അവൻ്റെ ജോലി കഴിഞ്ഞാൽ അവന് റെസ്റ്റ് കൊടുക്കണം. ഗദ്ദാമയാണോ, അവരുടെ ജോലി കഴിഞ്ഞാൽ അവർക്ക് റെസ്റ്റ് കൊടുക്കണം. അതില്ലെങ്കിൽ നാളെ മഹ്ശറയിൽ ഒരു സ്റ്റെപ്പ് പോലും ജബ്ബാർക്കാ നിങ്ങൾക്കോ എനിക്കോ ലോകത്തോ ഒരാൾക്കും ഒരു സ്റ്റെപ്പ് പോലും കൊടുക്കാതെ അള്ളാഹു കടമകൾ നിറവേറ്റാതെ നമ്മൾ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ ആനുകൂല്യം നേടിയെടുക്കാൻ ലേബർ കോടതിയെ സമീപിക്കാം, ലേബർ ഓഫീസിനെ സമീപിക്കാം, എംബസിയെ സമീപിക്കാം, വക്കീലിനെ സമീപിക്കാം, സാമൂഹ്യ പ്രവർത്തകരെ സമീപിക്കാം. ഏത് രീതിയിലും നമുക്കത് വാങ്ങിക്കൊടുക്കാൻ പറ്റും. കാരണം സൗദി അറേബ്യയിലെ ഒരു ഗുണം, നിങ്ങൾ ലേബറിനെ സമീപിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ കഫീലിന് മെസ്സേജ് പോകും. അപ്പോൾ കഫീൽ വിളിക്കും, അബ്ദുൽ ലത്തീഫ് വേനാട്ടാ. അപ്പോൾ കഫീൽ അറിയാണ്ടിക്കാൻ പറയും, ഞാനാ മുസ്തശ്വാന മൗജൂദ്. അപ്പോൾ കഫീൽ പറയും, അല്ല എനിക്ക് മെസ്സേജ് വന്നു, നീ എനിക്കെതിരെ ശിക്വ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് വാ നമുക്ക് പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ പറയും, ഞാൻ നിന്നെ ഹുറൂബാക്കി, അല്ലെങ്കിൽ നിൻ്റെ പേര് ഞാൻ കേസ് കൊടുത്തു. പക്ഷേ ആ ഒറ്റ സൗദി അറേബ്യൻ ലേബർ കോടതിയിൽ അവൻ കേസ് കൊടുത്ത ദിവസവും സമയം നോക്കി അതിനുശേഷം ഹുറൂബാക്കിയാലും മത്ലൂബാക്കിയാലും കോടതി അതിന് ഒരു വിലയും കൽപ്പിക്കില്ല. അടുത്ത ഹിയറിംഗിൽ അവർ പറയും അതൊക്കെ നീക്കി കൊടുക്ക്. അതിന് ഹുറൂബിന് കെയ്തി ഹുറൂബ് സെക്ഷൻ ഉണ്ട്, ആ സെക്ഷനിൽ കൂടി കേസ് കൊടുക്കണം. മത്ലൂബാണെങ്കിൽ ഏത് പോലീസ് സ്റ്റേഷനിൽ നോക്കണം. പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ ആ വഴിക്ക് തന്നെ നമ്മൾ പോകണം, അറിയണം. അല്ലേ, നമ്മളത് അതിനെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇഷ്ടം പോലെ സംവിധാനങ്ങളൊക്കെ ഇന്ന് ലോകത്തിൻ്റെ അടുത്തുണ്ടല്ലോ. ഒന്ന് പേടിക്കേണ്ട. എംബസിയും കോൺസുലേറ്റും സാമൂഹ്യ പ്രവർത്തകരൊക്കെ സന്നദ്ധ സംഘടനകളും വളണ്ടിയർമാരൊക്കെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാണ്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി എന്ന മെസ്സേജാണ് വരുന്നത്. ഇനിയും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ട്. ഇൻഷാ അള്ളാ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങളെല്ലാവരെയും ലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.